ഹായ്. ഞാൻ ഈ അടുത്ത് കൊച്ചിയിൽ എൻ്റെ തറവാട്ടിൽ പോയിരുന്നു. അപ്പം തറവാട്ടിൽ ചെന്ന് അന്ന് തന്നെ എൻ്റെ ഉമ്മേനോട് പറഞ്ഞു, "നിന്നെ കാണാൻ ഒരാൾ കാത്തിരിക്കുന്നുണ്ട്. നീ എന്തായാലും അവരെ ഒന്ന് കാണണം. ഒഴിവൊഴിവ് പറയരുത്, മാറ്റി വെക്കരുത്." ഞാൻ പറഞ്ഞു, "ആയിക്കോട്ടെ." അപ്പൊ വന്നത് എൻ്റെ വീടിന്റെ തൊട്ടടുത്ത് താമസിക്കുന്ന ഒരു സ്ത്രീയാണ്. ഒരു 19 വയസ്സിന് മേലെ പ്രായമുണ്ട്. ശരിക്കും അവരുടെ എക്സാക്ട് പ്രായമൊന്നും എനിക്കറിയില്ല. പക്ഷെ എനിക്കറിയാവുന്ന ഒരു കാര്യമുണ്ട്. ഒരു 35, 34 വയസ്സുള്ള ടൈമിനാണ് അവരുടെ ഭർത്താവ് മരിച്ചത്. പ്രായത്തിന്റെ ഏറ്റവും നല്ല സമയത്ത്. മാത്രമല്ല നല്ല സൗന്ദര്യമുള്ള ഒരു സ്ത്രീയാണ്. ആ സമയത്ത് ഒരു 3ഓളം കുട്ടികൾ അവർക്ക് ഇങ്ങനെ അടുത്തടുത്ത് പ്രസവിച്ച കുട്ടികളുണ്ടായിരുന്നു. മൂത്തത് ഒരു ആൺകുട്ടിയാണ്. അപ്പൊ ആ ആൺകുട്ടിയുടെ കാര്യം പറയാൻ വേണ്ടിയാണ് അവർ എന്നോട് വന്നത്. പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ അവരുടെ കണ്ണൊക്കെ നിറഞ്ഞൊഴുകുന്നുണ്ട്. അവരെന്നോട് പറഞ്ഞു, "ജലീലെ, നീ ഒന്ന് അവനോട് സംസാരിക്കണം. അവന് പലപ്പോഴും സംസാരിക്കുന്നതിൽ ഒരു മര്യാദയില്ല. അവന്റെ കൂട്ടുകാരുടെ മുമ്പിൽ വെച്ച് പോലും എന്നോട് കയർത്ത് സംസാരിക്കുന്നു. ചില സമയങ്ങളിൽ മോശം ഭാഷയാണ് അവൻ ഉപയോഗിക്കുന്നത്. എന്താണ് ഈ മക്കൾക്ക് പറ്റിയെന്ന് എനിക്കറിയില്ല. ഞാൻ എന്ത് കാണിച്ചിട്ടാണെന്ന് എനിക്കറിയില്ല. നോക്ക്, നിനക്കറിയാലോ എന്റെ അവസ്ഥ. എനിക്ക് അവരെ കുറിച്ച് നന്നായിട്ട് അറിയാം. നോക്ക്, വേണമെങ്കിൽ അവർക്ക് അന്ന് കല്യാണം കഴിക്കായിരുന്നു. ചെറിയ കുട്ടികളല്ലേ, വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. മാത്രമല്ല ആ സമയത്ത് മക്കളുടെ കാര്യത്തിൽ ഞാൻ അവരോട് ഞങ്ങളൊക്കെ പറഞ്ഞു, അയൽവാസികളൊക്കെ പറഞ്ഞു, നിങ്ങൾ കല്യാണം കഴിച്ചുകൂടെ, ഒരു ജീവിതമൊക്കെ ഒരു സുരക്ഷിതമാക്കണ്ടേ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഉപദേശിക്കുമായിരുന്നു." അപ്പൊ അവര് പറഞ്ഞു, "ഈ മക്കളുടെ ജീവിതത്തിൽ വേറൊരാൾ കടന്നു വരുന്നത് എനിക്ക് ഇഷ്ടമല്ല. മാത്രമല്ല അത് അവർക്ക് ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് അവർക്ക് വേണ്ടി ജീവിക്കുക ഇനിയുള്ള കാലം എന്നുള്ളത് വെച്ചുകൊണ്ടായിരുന്നു അവര് മുന്നോട്ടുള്ള പോക്ക് തന്നെ അതായിരുന്നു." നമുക്ക് ഈ വീടുകളിലൊക്കെ പോയി പണിയെടുക്കുക. ഞങ്ങളുടെ നാട്ടിലൊക്കെ ഈ കമ്പനികളുണ്ട്, പാക്കേജിങ് കമ്പനികളുണ്ട്. അവിടെ പോയി പാക്കേജിങ്ങിൽ വർക്ക് ചെയ്യുക. ഒരു തയ്യൽ മെഷീൻ ഉണ്ട്. അതുകൊണ്ട് കുറച്ച് ഡ്രസ്സൊക്കെ ഉണ്ടാക്കി നാട്ടുകാർക്ക് കൊടുത്ത് അങ്ങനെയൊക്കെ കിട്ടുന്ന വരുമാനം വെച്ചുകൊണ്ട് ആ മക്കളെ നല്ല നിലക്ക് വളർത്തി പഠിപ്പിച്ചു. ഒരു ഒരു ആളുടെ മുമ്പിൽ കൈ നീട്ടാൻ നിൽക്കാതെയാണ് അവരെന്ത് ചെയ്തത്, അഭിമാനപൂർവ്വം ഈ പണിയെടുത്തതെന്നുള്ളതാ. മകൻ ഡിഗ്രി ഒക്കെ കഴിഞ്ഞ് നിൽക്കുന്ന ഒരു ടൈമാ. ഞാൻ അവനെ കാണണം, സംസാരിക്കാം, അവനോട് വേണ്ടത് ഉപദേശിക്കാം എന്നൊക്കെ ഞാൻ പറഞ്ഞു. എന്നോട് പറഞ്ഞു, "നീ വലിയ കൗൺസിലർ ആണല്ലോ, നീ ഒന്ന് സംസാരിക്കും." ഞാൻ അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചില്ല. ഞാൻ സൈക്കോളജിക്കൽ കൗൺസിലർ അല്ല, ഞാനൊരു കരിയർ ഗൈഡ് മാത്രമാണെന്നുള്ളത് പറയാനൊന്നും ഞാൻ മെനക്കെട്ടില്ല. മറിച്ച് അവരുടെ ആ വേദനയിൽ അവരൊന്ന് സഹായിക്കുക. ഞാൻ അവനെ വിളിച്ച് നല്ലൊരു മോനാ. ഞാൻ അവനോട് സംസാരിച്ചു. അവനോട് ഞാൻ പറഞ്ഞു, "മോനെ, നീ ശ്രദ്ധിക്കണം. ഉമ്മയോട് പറയുന്ന കാര്യങ്ങളൊക്കെ പ്രത്യേകിച്ച് കയർത്ത് സംസാരിക്കുമ്പോൾ ഭാഷകൾ ഉപയോഗിക്കുന്നത് അവർക്ക് വേദന ആവും." ദെൻ അവൻ എന്നോട് പറഞ്ഞു, "ഉമ്മാക്ക് ഒരു ലോജിക് ഇല്ല. പലപ്പോഴും എന്നോട് സംസാരിക്കുമ്പോൾ എന്റെ പ്രായം മാനിക്കില്ല. എന്റെ കൂട്ടുകാരുടെ മുമ്പിൽ വെച്ചൊക്കെ ഉമ്മ ഒരു ബുദ്ധിയില്ലാത്ത വർത്താനമൊക്കെ പറഞ്ഞു കളയും. അപ്പൊ എനിക്ക് ഭയങ്കര ദേഷ്യം പിടിക്കും. നമുക്ക് സഹിക്കാൻ പറ്റൂല." ഞാൻ പറഞ്ഞു, "നമ്മുടെ ജനറേഷന്റെ ഗ്യാപ്പ് അത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഉമ്മാക്ക് ലോജിക്ക് വെച്ച് സംസാരിക്കാൻ പറ്റും. ഉമ്മ എന്ന് പറഞ്ഞാൽ മാതൃത്വം എന്ന് പറഞ്ഞത് ഒരു വികാരമാണ്, അല്ലെ? നിങ്ങൾ ആലോചിച്ച് നോക്കും, പ്രസവം ലോകത്ത് ഏറ്റവും വേദന നിറഞ്ഞ പ്രോസസ്സ് എന്താണെന്നറിയോ? പ്രസവമാണ്. ഒരാളുടെ കഴുത്ത് ഇങ്ങനെ അറുത്ത് വളരെ ലൈവായിട്ട് ഇങ്ങനെ ചെയ്ത് അറുത്ത് കളയുന്ന വേദനയേക്കാൾ പ്രധാനപ്പെട്ടതാണ്, ഭയങ്കര ഭീകരമാണ് ഈ പ്രസവ വേദന എന്ന് പറയുന്നത്. ഗർഭാശയ മുഖം എന്ന് പറഞ്ഞാൽ വളരെ ചെറിയൊരു സുഷിരമാണ്. അതിലൂടെ വലിയൊരു ജീവൻ അവർ പുറത്തേക്ക് പകർന്ന് നൽകുമ്പോൾ ഉണ്ടാവുന്ന വേദന ഉണ്ടല്ലോ. പ്രത്യേകിച്ച് ഈ സെർവിക്സ് ഒക്കെ ഡയലേറ്റ് ചെയ്തിട്ട് എല്ലുകളൊക്കെ നമ്മുടെ ബെത്തം വേറിട്ട് അത് വലുതായി വന്ന് ഈ കുട്ടിയെ പുറത്തേക്ക് തള്ളാനുള്ള വ്യഗ്രതയിൽ വേദന മറന്നു. ലോകത്ത് ഏറ്റവും ഒരു അമ്മയും ഒരു പ്രാവശ്യം പ്രസവിച്ചു കഴിഞ്ഞാൽ അതിന്റെ വേദന അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും എന്ത് ചെയ്യില്ല, പ്രസവിക്കില്ല. വേദന കൊണ്ടാണെങ്കിൽ. പക്ഷെ മാതൃത്വം അതിനെ മറികടക്കും എന്നുള്ളതാണ്. ആ വികാരം മറികടന്നിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്, ലോകത്തേക്ക് പുതിയ തലമുറകളെ ഉൽപ്പാദിപ്പിച്ച് പുറത്തേക്ക് വിടുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, അത്തരം വേദനകളിൽ ലോജിക്ക് ചിന്തിക്കാത്ത, മാതൃത്വം എന്ന വികാരം മറികടക്കുന്ന ഒരു അമ്മയോട് നമുക്ക് എങ്ങനെ ലോജിക്ക് സംസാരിക്കാൻ പറ്റും? ഞാൻ എപ്പോഴും മക്കളോട് പറയാറുണ്ട്, നിങ്ങൾ ഈ നടന്നിങ്ങനെ പോവുകയാണ് ചെറിയ പ്രായത്തിൽ, നിങ്ങളുടെ അമ്മയും ചെറുതാണ്, നിങ്ങളും ചെറുതാണ്, നിങ്ങൾക്ക് ഒരു 4 വയസ്സൊക്കെ പ്രായമുണ്ട്. ഒരു പുഴയുടെ അടുത്ത് കൂടി ഇങ്ങനെ നടന്നു പോകുമ്പോൾ പെട്ടെന്ന് നമ്മളിങ്ങനെ കല്ലൊക്കെറിഞ്ഞും പൂക്കളും അതുപോലെ ചെടിയൊക്കെ പറിച്ചിട്ടിട്ട് ഈ വെള്ളത്തിലൂടെ ഒഴുകി പോകുന്ന കാഴ്ച കണ്ട് ആസ്വദിച്ച് ഇങ്ങനെ നടക്കുന്നതിന്റെ ഇടയിൽ അബദ്ധത്തിൽ കാൽ വഴുതി ഈ പുഴയിലേക്ക് വീണു എന്ന് വിചാരിക്കാം. നമ്മൾ നോക്ക്, ലോജിക്ക് വെച്ച് ചിന്തിക്കുന്ന ഒരു അമ്മ എന്താ ചെയ്യുക? ബുദ്ധി വെച്ച് ആലോചിക്കുന്ന ഒരു അമ്മക്ക് വേണമെങ്കിൽ ഇങ്ങനെ ആലോചിക്കാലോ, എന്റെ മോൻ പോയി, ചെറുതാണ്, ഞാനും ചെറുതാണ്, യുവതിയാണ്, എന്റെ ഭർത്താവ് സുന്ദരനും യുവാവുമാണ്, ഞാനും സുന്ദരിയാണ്, ഇനിയും ഒരുപാട് മക്കൾ എനിക്ക് ഉണ്ടാവും. ദെൻ അതുകൊണ്ട് വെറുതെ ഞാനിപ്പോ ചാടിക്കഴിഞ്ഞാൽ എന്റെ മോനെ ഏതായാലും പോയി, ഇനി ഞാനും പോവും, നല്ല ആടുള്ള, എനിക്കാണെങ്കിൽ നീന്തലും അറിയില്ല എന്നൊക്കെ ആലോചിച്ച് നിന്നിട്ട് മോൻ അങ്ങനെ പോകുന്നത് വിട ചൊല്ലി, "മോനെ പൊക്കോ, നമുക്ക് അടുത്ത ജന്മത്തിൽ കാണാം, നമുക്ക് നിന്റെ അടുത്ത കുട്ടി ഉണ്ടാവും, ഞാൻ നിന്റെ പേരിട്ടോളാം" എന്നൊക്കെ പറഞ്ഞ ഒരു അമ്മ ഒരിക്കലും എന്ത് ചെയ്യില്ല, ലോജിക്കലി ചിന്തിച്ച് ബുദ്ധിപരമായി ചിന്തിച്ച് കാത്തു നിൽക്കില്ല. അമ്മയുടെ മാതൃത്വം എന്ന വികാരം, ഇമോഷൻ മറികടന്ന് അവർ മുന്നും പിന്നും നോക്കാതെ എടുത്തെന്ത് ചെയ്യും, ചാടും, അല്ലേ? ഇതാണ് മാതൃത്വം എന്ന് പറയുന്നത്. നോക്ക്, നിങ്ങൾ എപ്പോഴും മാതൃത്വത്തിൽ നിന്ന് ലോജിക്കും ബുദ്ധിയും സമീപനത്തിൽ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ നല്ലത് അവരുടെ മാതൃത്വം എന്ന വികാരം അവരുടെ വർത്തമാനങ്ങളിൽ
നിഴലിച്ച് മുഴച്ചു നിൽക്കും എന്നുള്ളത് മനസ്സിലാക്കുക. പ്രത്യേകിച്ച് മക്കളുടെ കാര്യത്തിൽ അവരുടെ അടുത്ത് നിന്ന് ഒരു പെരുമാറ്റത്തിൽ ചെറിയൊരു പ്രശ്നം ഉണ്ടായാൽ മതി, അത് അവരെ വല്ലാതെ വേദനിപ്പിക്കും. അത് അവരുടെ പ്രസവമോ അല്ലെങ്കിൽ മാതൃത്വം എന്ന വികാരത്തെ മുൻനിർത്തിയല്ല, അമ്മ എന്ന സ്ഥാനത്തെ മുൻനിർത്തിക്കൊണ്ടാണ്. അത് മനസ്സിലാക്കി പെരുമാറുന്നിടത്ത് ഞാൻ വിദ്യാർത്ഥികളോട് പറഞ്ഞു, നിങ്ങൾ മാറണോ അത് അമ്മ മാറണോ, ഏതാ കുറച്ചുകൂടി നല്ലത്? ഈ മാറ്റം എന്നതല്ല, സമീപനത്തിലുള്ള മാറ്റങ്ങളാണ് പലപ്പോഴും ബന്ധങ്ങളെ ഊട്ടിയുറപ്പിക്കുന്നത്. അത് മനസ്സിലാക്കിക്കൊണ്ട് അമ്മയോടൊക്കെ പെരുമാറുമ്പോൾ അമ്മയുടെ വൈകാരികതയെ കൂടി പരിഗണിച്ചുകൊണ്ട് പെരുമാറിയാൽ പലപ്പോഴും ബന്ധങ്ങളെ നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ, സ്ഫോടനാത്മകമായ ഒരു സ്ഥിതി ഇല്ലാതെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. അങ്ങനെ ആവട്ടെ എന്ന് ഞാൻ മക്കളോട് അഭ്യർത്ഥിക്കുന്നു, ആഗ്രഹിക്കുന്നു. ബൈ ബൈ. Career Guru, molding your future.